ഹലോ, ഇന്ന് നമുക്കൊരു ഗ്യാസ് സ്റ്റൗ ക്ലീനിങ് ആണ്. ഗ്യാസ് സ്റ്റൗ അല്ല, ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. ഹോബെന്നും ഹോഡെന്നൊക്കെ പേരുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. നമുക്ക് ഗ്യാസ് സ്റ്റൗവെന്നും ചിമ്മിനി. ഇന്ന് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ സാധനങ്ങളെല്ലാം, അതായത് സാധനം മീൻസ് ഇതിൻ്റെ സ്റ്റാൻഡും ഇതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, ആ സ്റ്റാൻഡും ബർണറിൻ്റെ ഒരു ബ്രാസ് ടൈപ്പ് ഉണ്ട്, അതെല്ലാം ഞാൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രത്യേകം ലിക്വിഡൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഈ ബർണറിൻ്റെ ഹോളുകളിലൊക്കെ ഇങ്ങനെ അഴുക്കുകൾ, എനിക്ക് എപ്പോഴും പറ്റുന്ന പാല് എപ്പോഴും തിളച്ച് തൂങ്ങിപ്പോവും. എൻ്റെ വലിയ ബർണറിൽ എപ്പോഴും പാലാണ് അത് എടുക്കുമ്പോൾ കറ കണ്ടോ, അത് വന്ന് തന്നെ ക്ലീൻ ചെയ്ത് അത് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും. നമ്മളത് വച്ചുകൊണ്ടിരുന്ന ഒരു പാട് പോലെ അവിടെ കാണും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിനാഗർ, ലിക്വിഡ് വാഷ്, നമ്മുടെ പാത്രം കഴുകത്തില്ലേ, ഡിഷ് വാഷ്, അതും പിന്നെ വെള്ളം, ഇത്രയും നമുക്ക് ഒഴിച്ചിട്ട് നമുക്കത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതേ സെയിം വാട്ടർ തന്നെയാണ് ഞാൻ സ്റ്റാൻഡ് സോക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അത് മതിയാവും, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം സോക്ക് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അത്യാവശ്യം അഴുക്കുകളെല്ലാം പൊയ്ക്കോളും. ഓക്കെ, ഇപ്പം കിച്ചൺ ബർണറൊക്കെ ഞാൻ എപ്പോഴും വിനാഗർ ഒഴിക്കുമ്പോൾ വിനാഗിരി എന്ന സാധനം ഒഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അഴുക്കുകളും ഡേർട്ടും എല്ലാം പോവും, നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. കുറച്ച് നേരം മതി കേട്ടോ, അങ്ങനെ ഒത്തിരി നേരം ഒന്നും ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് സെയിം ലിക്വിഡാണ് കേട്ടോ. ഞാൻ സാധാരണ ഗ്ലാസ് ടോപ്പൊക്കെ ഫാബറിൻ്റെ ഈ ലിക്വിഡ് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നമ്മളൊന്നും ഉണ്ടാക്കിയ ആ മാജിക് ലിക്വിഡ് ഇല്ലേ, അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വിനാഗർ, ഏതെങ്കിലും ഒരു ഡിഷ് വാഷ്, വെള്ളം ഇതെല്ലാം സ്പ്രേ ചെയ്ത് കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് എല്ലാ അഴുക്കും റിമൂവ് ആയിക്കോളും. അപ്പോൾ എല്ലായിടത്തും നല്ല ഡീപ്പായിട്ട് നമുക്ക് കണ്ടോ, ആ കോർണറിലൊക്കെ നല്ല അഴുക്കല്ല, അത് ചായയുടെയും പാലിൻ്റെയും കറയാണ് ഇരിക്കുന്നത്. അത് അവിടെ നല്ലോണം സ്പ്രേ ചെയ്യണം കേട്ടോ. ആ ടൈലിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം. ഓക്കെ, നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഈ ചിമ്മിനി ക്ലീൻ ചെയ്യാൻ ഞാൻ ആ സെയിം ലിക്വിഡ് തന്നെയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു തുണിയിലോട്ട് നല്ലോണം സ്പ്രേ ചെയ്തിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്യും. ഇത് ഓട്ടോ റീഫിൽ ചിമ്മിനിയാണ്. അത് മീൻസ് അതിൻ്റെ ഡേർട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്തു. അപ്പം നമുക്ക് ഒത്തിരി അങ്ങനെ അകത്തോട്ടൊന്നും ഞാൻ ഊരി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെയുള്ള ചിമ്മിനീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്നാലും ആ പുറമേ ഉള്ളതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കാം. അല്ലാത്തതും കിട്ടും. ഓട്ടോ റീഫിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കെപ്പോഴും ഈ ചിമ്മിനിയുടെ ഈ ഫാനും ഒക്കെ ഊരി അല്ലെങ്കിൽ നമ്മൾ അവരെ സർവീസിന് വേണ്ടി വിളിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നിങ്ങനെ ഞാൻ വാങ്ങിച്ചത് സ്ലാൻഡിങ് ആണ്, അല്ല സ്ട്രെയിറ്റും ഉണ്ട്. ആ സ്ട്രെയിറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് നമ്മളെന്തെങ്കിലും കിച്ചണിൽ ഓരോന്ന് എടുക്കുമ്പോൾ നമ്മൾ തല കയറി മുട്ടും. ഇതാകുമ്പോൾ ആ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ആ ഓയിൽ കളക്ട് ചെയ്യുന്ന അതിനകത്ത് ഓയിൽ കളക്ട് ചെയ്തിരിപ്പുണ്ട്, അതൊന്ന് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. അത് വൺസ് ഇൻ എ വീക്കൊക്കെ ഇതൊക്കെ ചെയ്യണം. കാരണം നന്നായിട്ട് ഞാൻ വളരെ ഓയിൽ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, എന്നാലും നല്ലോണം ഉണ്ട്. അപ്പം എല്ലാവരും ഡെയിലി കിച്ചനും ചിക്കൻ ബീഫ് അങ്ങനെയൊക്കെ കിച്ചൻ പാകം ചെയ്യുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇത് വൺസ് ഇൻ എ വീക്ക് ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ ഓയിലിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഡിപ്പോസിറ്റ് ആയിപ്പോവും. ആ കറയും പോകാൻ പാടില്ല. ഇത് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ചൊക്കെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് നമുക്കതങ്ങ് റീസെറ്റ് ചെയ്യാം. ശ്രദ്ധിച്ചോണം, തുടയ്ക്കുമ്പോൾ ആ അറ്റത്തെ കോർണർ വെച്ച് നമ്മൾ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. നല്ല വൃത്തിയായിട്ട് നല്ല സോഫ്റ്റ് തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. അപ്പം നമ്മുടെ ചിമ്മിനി അത്യാവശ്യം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് അകത്തൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സ്റ്റാൻഡും ബർണറും കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനൊരു പഴയ ബ്രഷാണ് എടുത്തത്. അതിനകത്ത് നമുക്ക് എന്നിട്ടൊരു ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ ശകലം ഇതെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഡേർട്ടൊക്കെ. ആ ഓരോ ഹോളിൻ്റെ ഇടയിലും ഇങ്ങനെ ചായയുടെയും പാലിൻ്റെയും കറകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ കളറങ്ങ് വിനാഗിരി ഇടുമ്പോൾ അതിൻ്റെ കളറങ്ങ് മാറും. പക്ഷേ നല്ല വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അതിൻ്റെ കളർ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ല. ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയായിട്ട് ആ ബ്രഷ് തന്നെ എടുക്കാൻ പറയുന്ന കാര്യം, ആ ഹോളുകളിലൊക്കെ ഇങ്ങനെ ഡേർട്ട് അടിഞ്ഞിരിക്കും. നമ്മൾ ഗ്യാസ് നമ്മൾ ഓൺ ചെയ്യുമ്പം ഇത് പുറത്ത് വരാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് ആ ഹോള് ബ്രഷ് ആകുമ്പം ആ ബ്രഷിൻ്റെ ഓരോ ടിപ്പുകൾ വെച്ചത് നന്നായി വൃത്തിയായിട്ട് ക്ലീൻ ആയിക്കോളും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സ്റ്റാൻഡും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്ത്
വൈപ്പ് ചെയ്തെടുക്കാമേ. നന്നായിട്ട് ഇത് വൈപ്പ് ചെയ്യണം. അതൊരു ഒരു ഇതാണ് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യമൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി വിളിക്കുമായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ നമ്മളിത് സർവീസ് ചെയ്യണം. അല്ലെങ്കിലും സർവീസ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ നമ്മൾ നോർമൽ സ്റ്റൗ ആണെങ്കിൽ നമുക്ക് ആ ഇഷ്യൂ ഇല്ല. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ടൈൽ നമ്മൾ ഇറക്കി വെക്കുന്നതായതുകൊണ്ട് ഒരു വർഷം നിങ്ങൾ എന്തായാലും സെയിം കമ്പനിക്കാരെ വിളിച്ച് വാറൻറ്റി തീർന്നാലും പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഒത്തിരി പൈസയൊന്നും ആകത്തില്ല. 500 രൂപ എങ്ങാണ്ടേ ആവത്തുള്ളൂ. അത് വാങ്ങിച്ച് അവരോട് പറഞ്ഞ് ബുക്ക് ചെയ്ത് ക്ലീൻ ചെയ്യും, അവരെ വിളിച്ച് സർവീസ് ചെയ്യണം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ഈ സ്റ്റൗ ഒക്കെ ഓപ്പൺ ചെയ്തതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ സർവീസ് ചെയ്യാൻ മറക്കരുത്. ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കാമേ. ഞാൻ പുറത്തൊന്നുമല്ല, അകത്ത് തന്നെയാണ്. ഇത് കുറച്ച് ഈ തുണിയിൽ വയ്ക്കുമ്പോൾ ഒരു കോട്ടൺ തുണിയാണ് കിട്ടിയത്. അതിനകത്തോട്ട് വയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഈ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ ബർണർ ഇരുന്നില്ല നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. വെള്ളത്തിന് അംശമൊന്നും വരാൻ പാടില്ല. അത് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്യുമ്പം അതിൻ്റെ ഈ ഫ്ലോയ്ക്ക് നമ്മൾ തടസ്സമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർണറിൻ്റെ ടോപ്പെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് ഇവിടെ ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്പഞ്ചിൽ ഞാൻ ഹാൻഡ് വാഷാണ് വെച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഓൾറെഡി എല്ലാം സോക്കായിട്ട് ഇരിക്കുക, അഴുക്കെല്ലാം പോയി. ഇത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിൻ്റെ നോബ്, അതിൻ്റെ ആ ലിഡിലൊക്കെ അഴുക്കിരിപ്പുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും കിച്ചണിൽ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഈ സ്പഞ്ചിൻ്റെ ബാക്ക് സൈഡ് ഇച്ചിരി റഫാണ്. അപ്പോൾ ആ സൈഡൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കാൻ പറ്റും. അഴുക്കൊക്കെ മാക്സിമം പോയി കേട്ടോ. ജസ്റ്റ് തുണി വെച്ച് തുടച്ചെടുത്താലും മതി. എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് നമുക്ക് സോപ്പ് വെച്ച് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോവുകയോ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഈ സ്റ്റൗവിൽ നമുക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വൈപ്പ് എടുക്കുമ്പോൾ ഉണ്ടോ, ഈ വൈപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ തുണിയില്ലേ, നമ്മൾ നല്ല സ്പഞ്ചായിട്ടുള്ള തുണിയാണ്, നല്ല സ്പോഞ്ച് പോലത്തെ തുണിയാണ്. അപ്പം ഇത് ഗ്ലാസ് ടോപ്പല്ല, അല്ലെങ്കിൽ നമ്മൾ മാർക്കുകളൊക്കെ വീഴും. അല്ലാത്ത കോട്ടണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പം നല്ല വൃത്തിയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, സമയമുള്ളവർ ഡെയിലി ചെയ്യുക, അല്ലാത്തവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യണം. പിന്നെ ഈ പാലൊക്കെ വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പോൾ തന്നെ അല്ല, ഇത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗ്ലാസ് ടോപ്പുകൾ ചിലയിടത്തൊക്കെ പൊട്ടിത്തെറിക്കാറുണ്ടെന്നൊക്കെ ഞാൻ ന്യൂസ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ വെച്ചാൽ നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ നമ്മളിതിനകത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. ചൂടെല്ലാം ആറി തണുത്തതിന് ശേഷമേ നനഞ്ഞ് തുണി വെച്ചൊക്കെ ഇതിനകത്ത് തൊടാവും. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമുക്കിതിൻ്റെ നോബെല്ലാം ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് അമിതമായ ചൂടുള്ള സമയത്തൊന്നും നിങ്ങൾ കിച്ചൻ്റെ ഈ കൗണ്ടർ ടോപ്പ് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പോകരുത്. അപ്പോൾ അത്യാവശ്യം നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം എൻ്റെ മാജിക് ലിക്വിഡ് എന്തായാലും വർക്കാവുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാൻ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് നല്ല വൃത്തിയാണ്. അത് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാൻ കണ്ടില്ല എവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്, അവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ലിക്വിഡ് നമുക്ക് അത്യാവശ്യം വേറെ ലിക്വിഡൊക്കെ വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് തന്നെ നമുക്ക് സ്വയമേ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായില്ലേ, ആ ചായക്കറയും പാലിൻ്റെ കറയും എല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് സ്മെല്ലും ആയിരിക്കും ഇതിന് കേട്ടോ. ഇപ്പോൾ രണ്ടും നല്ല വൃത്തിയായിട്ട്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്.